നല്ലൊരു കാര്യത്തിനങ്ങ് മൂടിപ്പോച്ച് ബീഡിയും വലിച്ച് മുന്നേ കുത്തിയിരിക്കും. അങ്ങോട്ട് മാറിയിരിക്കും. അശ്ലീകരം. ജോബി, നിർത്തുന്നുണ്ടോ നിന്റെ സംസാരം? എല്ലാരും കൂടെ എന്നെ തോപ്പിക്കാനുള്ള പുറപ്പാടാ. ഞാനങ്ങനെ തോക്കല. ജയിക്കാൻ പറ്റുമോ ഞാനൊന്ന് നോക്കട്ടെ. ഓരോന്ന് ചാവറായി എന്നിട്ടും കിടക്കുവോ. അന്നമ്മോ, അയാള് പറഞ്ഞത് ശരിയാ. ഞാനൊരു അശ്രീകര. ചെറുപ്പത്തില് ഈ ഒക്കത്ത് വെച്ച് നടന്നതാ അവന്. അന്നൊന്നും എന്നെ വല്യപ്പച്ചാന്ന് മുഴുവൻ വിളിക്കില്ലായിരുന്നു. പക്ഷേ അവൻ വല്യപ്പച്ചാന്ന് വിളിക്കുന്നത് കേട്ടിട്ട് എന്റെ മോഹം തീർന്നിട്ടില്ല അന്നാമോ. എന്നെ കൊണ്ട് നിങ്ങൾക്കൊരു കാര്യമില്ലെങ്കിലും എനിക്കെന്റെ അന്നാമ്മയെ വിട്ടു പോവാനാവോ? അല്ലെങ്കിൽ തന്നെ വിടം വിട്ട് ഞാൻ എങ്ങോട്ട് പോവാനാ? എനിക്കറിയില്ല അന്നാമ്മ. ആന്റെ പച്ചായൻ എങ്ങും പോകല. അവൻ പറയുന്ന ഒന്നും കാര്യമാക്കണ്ട. എന്നാലും അയാളുടെ കുത്തുവാക്കുകൾ എങ്ങനെ സഹിക്കാനാമേ? മേരി, ഒന്ന് നിന്നേ. ഇനി മുതൽ ഇവിടെ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞു. അയ്യോ, അതൊന്നും എനിക്കറിയില്ല, മുതലാളിയാ പറഞ്ഞേ. പോട്ടെ മക്കളെ. എടാ തൊമ്മിച്ച, എന്റെ മനസ്സിനെ ആലിട്ടുന്ന ഏക പ്രശ്നം അമ്മച്ചിയുടെ മരിപ്പാടാ. നമ്മുടെ വെള്ളാരം കുന്നിലെ ചില്ലറ പുതുപ്പണക്കാരെയൊക്കെ നിനക്ക് പരിചയം ഉണ്ടാവുമല്ലോ. ഒരു വിലപേശലിന്റെ ആവശ്യമില്ല. നമ്മുടെ വീടും അതിന്റെ പിന്നിലെ 12 ഏക്കർ പുരയിടും നീ ഒന്ന് കച്ചവടം ആക്കി തരണം. അപ്പൊ അമ്മച്ചി ഉടനെ എങ്ങനെ തള്ള ചത്തില്ലേലേ, അവരെ വല്ല വൃദ്ധസാധനത്തിലും തള്ളിയിട്ടേച്ച് ഞാനങ്ങ് പോകും. അതൊന്നും നടക്കുകയില്ല. ഇക്കാര്യത്തിൽ നിന്നോട് നിൽക്കാൻ ഞാനുണ്ടാവില്ല. അവന്റെ ഒരു പുളിച്ച കള്ള്. വൃദ്ധസാധനം പോലും വൃദ്ധസാധനം. സ്നേഹം എത്ര മനോഹര. എടാ ജോബിയെ, അമ്മച്ചിയെ ഞാൻ കണ്ടിരുന്നു. വിഷമിക്കണ്ടാ, അമ്മച്ചി അടുത്തെങ്ങും നമ്മളെ വിട്ടു പോകത്തില്ല. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയുണ്ടാ. കഴിവേറ്റി നാറി കരിനാക്ക് വളച്ചെന്തായാലും പറഞ്ഞോണ്ടല്ലോ, നിന്റെ നാക്ക് കുത്തിയാൻ അണ്ണാക്കി തള്ളിക്കളെ. എന്റെ അമ്മ പ്രാർത്ഥന. ചേച്ചിയുടെ മുത്തേ, ചക്കര മുത്തേ. എന്തടാ ചക്കരേ മുത്തു, ഇങ്ങോട്ട് നോക്കിയേ. നോക്ക്, ആ ചക്കരക്കുട്ട. ചക്കരേ ചക്കരക്കുട്ട. അമ്മച്ചി, വാടാ, നമ്മുടെ അപ്പച്ചൻ വന്നട കുട്ട. ഇത് എന്നതാ തോമിച്ച കയ്യില്? ഇത് എന്നതാന്ന് എനിക്കറിയില്ലേ? എനിക്ക് എങ്ങനെ അറിയാം? ഇത് കോഴി. അപ്പച്ചാ, എന്റെ വെള്ളിക്കൊലുസ്. അപ്പച്ചന്റെ മുത്തിന്റെ വെള്ളിക്കുലുസ് വരും വരും. എന്തിനാ തോമിച്ച ഇങ്ങനെ കൊച്ചിനെ പറഞ്ഞു പറ്റിക്കണേ? ആനിക്കുട്ടി, നിനക്ക് വെള്ളിക്കൊലുസ് കെട്ടാനുള്ള യോഗ ഇല്ലെന്ന് അങ്ങ് വിചാരിച്ചാ മതി. വിഷമിക്കണ്ട മോളെ, ഈ അമ്മച്ചി മക്കൾക്ക് വാങ്ങിത്തരും. നിന്നെ ഞാനിപ്പോ സൂപ്പാക്കി തരടാം. തൊമ്മിച്ച, ഒന്നിങ്ങ വന്നേ. എന്നതാ കാര്യം? തൊമ്മിച്ച എന്റെ ഫാക്ടറി പോയിരുന്നോ? നീ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ എന്നാ പോണത്? തൊമ്മിച്ച ചുറ്റിക്കളി വേണ്ട. തൊമ്മിച്ച ഇന്ന് എന്റെ ഫാക്ടറി പോയിരുന്നു. ആ, ഞാൻ പോയിരുന്നു. എന്തിന്? ആ പീറ ഇട്ടിച്ച നിന്നോട് മോശമായിട്ട് പെരുമാറിയ വിവരം അറിയാമോ? പറഞ്ഞു, ഞാൻ അറിഞ്ഞു. എന്നിട്ട് ഞാൻ അവനെ കണ്ടു. വെറുതെ കണ്ടതേ ഉള്ളോ? അല്ല, ശരിക്കും കണ്ടു. നല്ല പെമ്പിളരെ കാണുമ്പോൾ നിന്റെ അളക്കണ്ടല്ലോ, അത് ഇന്നത്തോടെ നിർത്തേക്കണം. അല്ലെങ്കിൽ ഇളക്കണ സ്ഥാനത്ത് ചൂളലേക്ക് ഇടത്തേണ്ടി. ഞാൻ അത്രേ ചെയ്തു. എന്റെ ജോലി പോയി. ഇനി ഈ പിള്ളേർക്ക് വല്ല മണ്ണ് വാരി തിന്നാൻ കൊടുക്കേണ്ടി വരും കേട്ടോ. വാണിങ്ങോട്ട് കള്ളം കുടിച്ച് നടക്കത്തേ ഉള്ളൂ. ബാക്കിയുള്ളവരെ പണിയെടുക്കാനും സമ്മതിക്കില്ല. നീ രക്ഷപ്പെട്ടല്ലോ കുഴിന്റെ മോനെ. കർത്താവ് കരുണാമയനാണെന്ന് പറഞ്ഞിട്ട് ആ കരുണയൊന്നും എന്നോട് കാണിക്കുന്നില്ലല്ലോ കർത്താവേ. ഞാൻ മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയില്ലേ. വെച്ച് താമസിപ്പിക്കാതെ എൻ്റെ അമ്മച്ചിയുടെ ജീവൻ
എത്രയും വേഗം അങ്ങ് എടുക്കണേ. ദേ ഇതൊരു യാചനയാണ്, നടത്തി തരണേ എൻ്റെ കർത്താവേ. എന്നതാടി ത്രേസ്യേ, നിനക്ക് എന്നാ പറ്റി മോളെ? ഒന്നുമില്ല അമ്മച്ചി. നീ ഇഞ്ഞു വാ. അന്ന് നിന്നെ അനാഥാലയത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോ നിനക്ക് പ്രായം 9 മാസം. കൈക്കുഞ്ഞായ നിന്നെ ഈ നെഞ്ചി കിടത്തിയ അന്നമ്മ വളർത്തിയത്. അതുകൊണ്ട് നിന്റെ ഹൃദയമെടുപ്പ്, മനസ്സിന്റെ നേരിയ ചലനം, ഇതെല്ലാം ഈ അമ്മച്ചിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുമോളെ. അറിയോ, നിനക്കൊരു വിഷമം വന്നാ ഈ അമ്മച്ചിക്ക് അത് താങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ത്രേസ്യേ? ഞാനും ചിലതൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. അതേ മോളെ. എനിക്ക് മറ്റൊന്നും വേണ്ട അമ്മച്ചി. എന്നെ ഒറ്റയ്ക്കാക്കി പോവാതിരുന്നാ മതി. അങ്ങനെ പെട്ടെന്നൊന്നും ഈ അമ്മച്ചി പോവുകയല്ലടി. ഈ അമ്മച്ചി ഒരു കാര്യം ആവശ്യപ്പെട്ട നിനക്കത് ചെയ്തു തരാൻ പറ്റുമോ ത്രേസ്യേ? പറഞ്ഞാട്ടെ, ഈ ത്രേസി എന്ത് ചെയ്തു തരണമെന്ന് പറഞ്ഞാട്ടെ. അത് നമ്മുടെ അന്നത്തെ മാർഗം കളി എനിക്കൊന്ന് കാണണം. മേൽത്തോന്നും മേനിയും തേതൈ പിടിത്തതണ്ടും കൈയും മേയും എന്നേക്കും വാഴ്കവേ തേതൈ വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തേതൈ പിടിക്കുക. നിന്റെ ഒരു കോനാരം കളി. ഇത്രയും ദൂരത്തുനിന്ന് വന്ന് ഇവിടെ ഈ കൊതുകടിയും കൊണ്ട് കിടക്കുന്നതേ നിന്റെ കോനാരം കളി കാണാനല്ല, നെഞ്ചിൽ തീയാണ്. അത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാകുകയല്ല. അതെ, ഒരു പ്രായം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യത്തിന് ഇരിക്കാതെ ചത്ത് പണ്ടറങ്ങി പോണം. ജോബി, നിന്റെ ഭാഷയും സംസാരവും അതിരി കിടക്കുന്നു. എനിക്ക് ഇങ്ങനെ അറിയത്തുള്ളൂ. എടാ, എടി ത്രേസ്യേ, നിന്നോട് ഞാൻ പറയുവാ, ഈ തള്ള ചത്തൂന്ന് അറിഞ്ഞ ആ നിമിഷം നീ വീട് വിട്ടു പൊക്കണം. പിന്നെ നിന്റെ നിഴല് പോലും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. 10,000 25,000 രൂപ വേണേ ഞാൻ തരും. ഇത്രയും കാലം ഈ തള്ളയെ നോക്കി എന്റെ നോക്കുകൂലി. സ്വത്തോ കുടികിടപ്പാവകാശോ ചോദിച്ച് എന്നെ ശല്യം ചെയ്യാൻ വന്നോണ്ടല്ലോ, നിന്നെ ഞാൻ പച്ചക്ക് തീ കൊളുത്തി കത്തിച്ച് ചാമ്പലാക്കും. മനസ്സിലായി? ഓടി മുമ്പിന്ന്. അതെ, ഒരു പ്രായം കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ശല്യത്തിന് ഇരിക്കാതെ ചത്ത് പണ്ടരടങ്ങിക്കോ. ഓരോന്ന് ചാവറായി എന്നിട്ടും കിടക്കുക. ഒരു കോളുണ്ടല്ലോ. എന്നാ പാപ്പച്ച? ചാച്ച മരിച്ചു. എപ്പോ? ഇപ്പം. നീ അറിഞ്ഞില്ല? ഇല്ല, കഴിഞ്ഞ ദിവസം ചാച്ചനെ കണ്ടിരുന്നു. ഉടനെ ഉണ്ടാവും പറഞ്ഞു. നീ വേഗം പള്ളിയിലോട് ചെല്ലും. പുര നിറഞ്ഞു നിൽക്കുന്ന 2 പെൺപിള്ളേർ, അവരെ കെട്ടിച്ചു വിടണം. ഇളയത്തെങ്ങളുടെ പഠിപ്പ് എല്ലാം കൂടി ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. നീ വേഗം പള്ളിയിലോട് ചെല്ലും. അങ്ങനെ ചാച്ചന്റെ കാര്യം തീർപ്പായി. എന്തേ? ഒന്നുമില്ല. അപ്പച്ചാ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കും. ഞാൻ അപ്പനോട് നിഴലായി നടക്കുന്നത് എന്നാത്തിനാന്ന് അറിയാവോ അപ്പന്? എന്നാത്തിനാ? അപ്പച്ചന്റെ മുത്തായതുകൊണ്ട്. അതൊക്കെ ശരി തന്നെ. ഇപ്പോ അതല്ല കാര്യം. പിന്നെ ഓർത്തു നോക്ക്,
അപ്പനീ കിട്ടണ കാശിനെ കള്ളു കുടിച്ചിട്ടാ ഓർമ്മ നിക്കാത്തത്. അപ്പനിത് നിർത്താതെ കഴിക്കണോണ്ടാ തട്ടി തട്ടി ഇങ്ങനെയെങ്കിലും പോണേ. അല്ലെങ്കിൽ അപ്പന്റെ വെട്ടം പണ്ടേ പോയേനെ. അതെല്ലാം എനിക്ക് മനസ്സിലാവും. എന്നാലും അപ്പന് ഇമ്മിണി ഓർമ്മക്കുറവ് ഉണ്ടെന്ന് തന്നെ കൂട്ടിക്കോ. ശരിയായിരിക്കും. അപ്പനത് കൊച്ചുപ്രായൊന്നുമല്ലല്ലോ. മുത്തു പറയും. പറയട്ടെ. പറ. വെള്ളിക്കൊലുസ്. അത്രയല്ലേ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ അപ്പച്ചൻ വെള്ളിക്കൊലുസ് മുത്തിന്റെ കാലിൽ കെട്ടിത്തരും. ഇക്കാര്യത്തിൽ എനിക്ക് അപ്പച്ചനെ തീരെ വിശ്വാസമില്ല. ചിരിക്കണ്ട. അപ്പച്ചാ, ഞാൻ ഈ കുഴിയിലാവുന്നതിന് മുമ്പെങ്കിലും എനിക്കൊരു വെള്ളിക്കൊലുസ് ഇട്ടാനുള്ള യോഗം ഉണ്ടാവോ? അങ്ങനൊന്നും പറയല്ലേ മുത്തേ. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ അപ്പച്ചാ. ഇങ്ങനാണോ തമാശ പറയണത്? സോറി അപ്പച്ചാ. എടാ പൊട്ട, എനിക്ക് നിന്നെ ഒത്തിരി ഇഷ്ടം. നീ വിചാരിക്കുന്ന അപ്പുറം. ആലിസേ, എന്റെ മനസ്സ് മുഴുവൻ നീയാ. ബെന്നി, കൈ എടുക്കടാ. ഇഷ്ടാന്ന് വെച്ച് ഇതൊന്നും വേണ്ട കേട്ടോ. നീ എന്റേതല്ലേ, എന്റേത് മാത്രം. നിന്നോടുള്ള എന്റെ പ്രണയം അനശ്വരമാണ്. യു, സമയത്തിരിയായി. ഞാൻ പോണേ. നിക്കുന്നേ, എനിക്ക് പോണം. ഞാൻ പോണേ. ആലിസേ നിക്കുന്നേ. പോടാ, ഞാൻ പോണു. നിക്കുന്നേ, പയ്യെ പോവാ. പോടാ. നിന്റെ പ്രായത്തിന്റെ തിളപ്പുണ്ടാ നീ ഇതൊക്കെ പറയുന്നു. ജീവിതത്തിലേക്ക് കടക്കുമ്പോൾ നിനക്ക് തന്നെ കുറ്റബോധം തോന്നും, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന്. നീ എന്നെക്കാൾ കാര്യപ്രാപ്തിയും കാര്യവിചാരമുള്ള പെണ്ണാണല്ലോ. കാര്യങ്ങൾ മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് വിശകലനം ചെയ്യുക, ഇതൊക്കെ ജീവിതം മുഴുവൻ പഠിച്ചവർക്കേ കഴിയൂ. അല്ല, ജോസൂട്ടി എന്തേ? അതെ, ആലീസ് ഇന്ന് വീട്ടിലുണ്ട്. കുഞ്ഞിനെ തൽക്കാലം അവള് നോക്കിക്കോളൂ. നന്നായി. അല്ല, നിനക്കെന്തോ എന്നോട് കാര്യമായിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് എന്താടാ? ഒരു ചെറിയ വിഷയമുണ്ട്. പറയടാ. അതെ, ആലീസിന്റെ പോകത്ര ശരിയല്ല. ആ ലോനപ്പന്റെ മകനായിട്ട് അല്പം ചുറ്റിക്കളിയുണ്ട്. അയ്യോ, നീ പറയുന്നൊക്കെ സത്യമാണോടാ? സത്യ, ഞാൻ ഇതൊക്കെ നേരിൽ കാണുന്നതാ. പക്ഷേ ഞാനാ പറഞ്ഞേക്കല്ലേ. അമ്മച്ചി, മിക്കവാറും ചേച്ചിയുടെ ലവ് സെട്ട് നിലയ്ക്ക് പൊട്ടും. എന്നാടി? ഒന്നുമില്ല. അമ്മച്ചി, വിശക്കണു. തിരക്കൂട്ടണ്ട, അമ്മച്ചി ഇപ്പൊ തരും, മേടിച്ചോ. ചേച്ചി നടക്കുന്ന പോലെ എങ്ങനെ തൂക്കം പറഞ്ഞിട്ട് ആരെയായിട്ട് നടന്നാലേ പച്ചയ്ക്ക് കത്തിച്ചു കളയും ഞാൻ. ചേച്ചി വേദനിക്കുന്നുണ്ടോ? ഈ ലവ്സ് ഒന്നും വേണ്ട ചേച്ചി. പോ പോ പോ. da da